ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഒരു മഷ്റൂം ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് വേണ്ടി ഒരു മസാല നമുക്ക് ആദ്യം തയ്യാറാക്കണം. അതിന് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, കുറച്ച് കാഷ്യൂസ്, ഒരു 5 വറ്റൽമുളക്, ഒരു പിടി മല്ലിയില, കുറച്ച് പുതിനയില. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നെ നമ്മൾ മഷ്റൂം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ ഗരം മസാല ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വന്ന ശേഷം നമുക്ക് 3 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കുക. മഷ്റൂം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ അതിൽ നന്നായിട്ട് യോജിച്ച് വരണം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും പുതിനയിലയും ചേർക്കുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാവും. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഈ റൈസ് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഒരു നാരങ്ങയുടെ നീര് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി റൈസ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കുക. കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വെജിറ്റേറിയൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.